ഇപ്പോൾ റിട്ടയർഡ് എക്സൈസ് ഉദ്യോഗസ്ഥൻ ലഹരി വിരുദ്ധ പ്രചാരകനുമായ CB വിജയകുമാർ ചേരുന്നുണ്ട്. ശ്രീ CB വിജയകുമാർ, ഇപ്പോൾ മലയാളം ന്യൂസിലൂടെ പുറത്തുവരുന്ന ഈ കണക്കുകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെയാണ് ഈ കണക്കുകളൊക്കെ തന്നെ ഇപ്പോൾ, അതായത് 2024 ആരംഭിച്ച ഓപ്പറേഷൻ ഡി ഹണ്ട് ഇന്ന് 2025 ആകുന്നു. ആ ഒരു കാലയളവിൽ ഇപ്പോൾ വരുന്ന കണക്കാണ്. അതായത് 13 കിലോ MDMA പിടിച്ചെടുത്തിട്ടുണ്ട്, 1874 കിലോഗ്രാം കഞ്ചാവ്, അങ്ങനെ പോകുന്നു. അതായത് അറസ്റ്റിലായവരുടെയൊക്കെ എണ്ണം 22,000-ലേറെയാണ്. 30 കോടി രൂപ വരുന്ന ലഹരി വസ്തുക്കൾ ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ ഇതുവരെ പിടിച്ചെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് അങ്ങ് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ പ്രവർത്തനങ്ങൾ നോക്കി കാണുന്നത്? ഇനിയും ഡി ഹണ്ട് എത്ര ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്? ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി കഴിഞ്ഞ ഒരു വർഷമായി ഈ രംഗത്ത് പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിന്റെ ഒരു റിസൾട്ടും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ MDMA ഒരു വ്യാപനം നമുക്കൊരു ഭയാനകമായ തരത്തിൽ വർദ്ധിച്ചു വരികയാണ്. MDMA വർദ്ധിക്കാനുള്ള ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാരണം എന്ന് പറയുമ്പോൾ അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു എളുപ്പം, പ്രത്യേകിച്ച് കഞ്ചാവ് പോലെ ഉള്ളതിൽ നിന്ന് കുറച്ചുകൂടി പെട്ടെന്ന് ലഹരിയിലേക്ക് പോകാൻ പറ്റുക, 10-12 മണിക്കൂർ ആ ലഹരിക്ക് അടിപ്പെട്ട് അങ്ങനെ മയങ്ങി നടക്കാൻ പറ്റുക, ഇങ്ങനെയൊക്കെയുള്ള സൗകര്യം വെച്ചുകൊണ്ട് ചെറുപ്പക്കാരെ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് MDMA ആയി മാറിയിരിക്കുകയാണ്. പിന്നെ MDMA ഈ കടത്തിന് കുറച്ചുകൂടി ചെറുപ്പക്കാര് താല്പര്യം കാണിക്കുന്നത്. ഒരു ഗ്രാം കടത്തിഞ്ഞു കൊണ്ട് കൊടുത്താൽ പോലും 1000 രൂപ കിട്ടും. ഇപ്പം ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലത്ത് ഇത് വ്യാപകമായി ഉത്പാദിപ്പിക്കപ്പെടുന്നു. അത് MDMA തന്നെ ഇപ്പം ഒരു 100 വർഷത്തിന് മുമ്പ് ജർമ്മനിയിൽ ഉണ്ടാക്കിയ ഒരു രാസലഹരിയാണ്. പക്ഷെ അതിന് സമാനമായ രീതിയിൽ ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത് ഉത്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതൊരു 10 ഗ്രാം കൊണ്ടുവന്ന് നാട്ടില് അവിടെ നിന്ന് മേടിച്ചിവിടെ കൊണ്ട് കൊടുത്താൽ 10,000 രൂപ വരെ കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ട്. അപ്പൊ ഈ ഒരു ആകർഷണീയത കൊണ്ട് ഒരുപാട് ചെറുപ്പക്കാർ അതിലേക്ക് പെട്ടെന്ന് കാശ് അവർക്ക് ഉദ്ദേശിക്കുന്ന തരത്തിൽ ചെലവാക്കാനുള്ള പണം വേണം. പ്രത്യേകിച്ച് പണിയുണ്ടാവില്ല, വീട്ടിൽ നിന്ന് അത്രയ്ക്ക് വരുമാനം കൊടുക്കാൻ ആ കുട്ടികൾക്ക് പറ്റില്ല. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ സ്വന്തമായി കാശ് കണ്ടെത്തുക, ഇഷ്ടമുള്ള രീതിയിൽ ആഹാരം കഴിക്കുക, വസ്ത്രം ധരിക്കുക എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് കുട്ടികളുടെ മനസ്സ് മാറുകയാണ്. ഇതാണ് വർദ്ധിച്ചു വരുന്നതിന്റെ ഒരു പ്രധാന കാരണം. സോ അതേപോലെ തന്നെ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഒരു പ്രവർത്തനമൊക്കെ നമുക്കറിയാം. ഇതിപ്പോൾ ഒരു സർഫസ് ലെവൽ ആയിട്ടുള്ള, അതായത് കാരിയേഴ്സിനെ ആയിരിക്കും ഇതിൽ അറസ്റ്റിലായവരൊക്കെ തന്നെ കാരിയേഴ്സ് ആയിരിക്കും. ഇതിന്റെ പ്രവർത്തനം കുറച്ചും കൂടെ ഒന്ന് വ്യാപിപ്പിക്കേണ്ടതായിട്ടില്ലേ? ഈ റൂട്ടിലൊക്കെ ചെന്ന് ഉള്ള ഒരു പ്രവർത്തനം ഒക്കെ ആവശ്യമല്ലേ? ഇത് പിന്നെ സർഫസ് ലെവലിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഇത് ഇപ്പം മാത്രമല്ല, ഡി ഹണ്ടിൽ മാത്രമല്ല, മിക്ക കേസുകളിലും ഇത്തരത്തില് ഒരു സ്പിരിറ്റ് തന്നെ കടത്തുമ്പോൾ ആ വണ്ടി, അതിന്റെ ഡ്രൈവർ അല്ലെങ്കിൽ ക്ലീനർ, അതിനപ്പുറത്തേക്ക് അത് പലപ്പോഴും പോകാറില്ല. ഒന്ന്, ഈ കേസിന്റെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഈ ഉദ്യോഗസ്ഥരുടെ ഒരു പരിമിതിയുണ്ട്. അപ്പൊ ഇത് അതിന്റെ റൂട്ടിലേക്ക് ചെന്ന് അന്വേഷിച്ചു കൊണ്ടുവരാൻ പറ്റാത്തൊരു സ്ഥിതി, ഒരു വലിയ മാഫിയ ആകാം. അപ്പൊ അതിന് മറ്റ് ഇടപെടലുകൾ ഉണ്ടാകാം. ഇതൊക്കെ കൊണ്ട് തന്നെ ഇതിന്റെ ഒരു റൂട്ടിലേക്ക് ചെന്നത് കണ്ടെത്താൻ ുള്ള ഒരു ശ്രമം ഇപ്പോഴും നടക്കുന്നില്ല. ഈ ഡി ഹണ്ടിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സർഫസ് ലെവലിലുള്ള ഒരു കേസും പിടുത്തവും മാത്രമാണ് ഡി ഹണ്ടിൽ നടക്കുന്നത്. അത് കുറച്ചുകൂടെ ആ റൂട്ടിലേക്ക് ചെന്നത് കണ്ടുപിടിക്കാൻ കൊണ്ട് കഴിയാത്തതിന് ഞാൻ സൂചിപ്പിച്ചത് അതിന് ഉള്ള ഒരു സ്റ്റാഫിന്റെ പരിമിതിയുണ്ട്. പിന്നീട് ഈ റൂട്ടിലെന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള മാഫിയകൾ ഇതിന് ബന്ധപ്പെട്ടവരുണ്ട്. അപ്പൊ അവരെയൊക്കെ ഇതിന് നിയമത്തിന്റെ ഒക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ശരി, വളരെ നന്ദിയുണ്ട് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.